സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിലോസ് റിഞ്ചിച്ചിനെ നമ്മൾ പുറത്താക്കാൻ സാധ്യതയുണ്ടെന്നിടത്തുള്ള റൂമറാണ് പുറത്തേക്ക് വരുന്നത്. റൂമറാണ്, നേരത്തെ അലക്സാണ്ടർ കൊയ്ഫിൻ്റെ പേരാണ് പറഞ്ഞിരുന്നത്, മിലോസ് റിഞ്ചിച്ചിനെ പേര് പറഞ്ഞിരുന്നു. ബട്ട് കുറച്ച് ഹൈ സോഴ്സസ് ആണ് പറയുന്നത്. അവർ പറഞ്ഞാൽ പോലും നമുക്കത്ര വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ പറയണം. എന്തായാലും മിലോസ് റിഞ്ചിച്ചിനെ കളയുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ നല്ലതായിരിക്കും. നമുക്ക് റിസൾട്ട് വരുന്നില്ലല്ലോ. സോ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ വരാത്തതുകൊണ്ട് തന്നെ കളഞ്ഞാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2026 വരെ എന്തിനാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് കൊടുത്തതെന്നാണ് എനിക്കറിയാത്തത്. സോ ഇനി അത്രയും കൂടെ പൈസയൊക്കെ കൊടുത്തിട്ട് വേണം, കോമ്പൻസേഷനൊക്കെ കൊടുത്തിട്ട് വേണം അദ്ദേഹത്തെ പുറത്താക്കാൻ. സോ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്. മിലോസ് റിഞ്ചിച്ചിനെ കളയുന്നതിനെക്കുറിച്ച്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ജോഷോ സട്ടീരി ഇരുത്തിയ പോലെ ഇരുത്തുമെന്ന് തോന്നുന്നു ബെഞ്ചിൽ. അങ്ങനെയെങ്കിലും പോട്ടെന്ന് പറഞ്ഞാൽ ചില പ്ലേയിങ് ടൈം കിട്ടിയില്ലെങ്കിൽ അവരങ്ങ് തന്നെ അങ്ങ് പോകും. ബെഞ്ചി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അവർ സ്വന്തമായിട്ട് അവർക്ക് കോമ്പൻസേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവർ തന്നെ അങ്ങ് പോയിക്കോളും. സോ അതിനുള്ള പരിപാടിയാണോ എന്നും അറിയില്ല. എന്തായാലും ജോഷോ സട്ടീരിയുടെ ആ ഒരു പരിപാടിയാണ് ചെയ്തത്. എന്തായാലും റിഞ്ചിച്ചിനോട് ആ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം മോഹൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഗോൾ അടിക്കാൻ ഫ്രണ്ടിൽ ആരുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരും ഗോൾ അടിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സോ അതിന് അവരൊരു പരിഹാരം കണ്ടിരിക്കുന്നു. ഇപ്പോൾ മാർക്ക് ആന്ദ്രേ ഷെംബ്രി എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയക്കാരനെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും മൻസോക്കി പകരക്കാരനായിട്ടാണ് എത്തിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഓസ്ട്രിയ ഫസ്റ്റ് ഇയർ ലീഗിൽ ഏതാണ്ട് 135 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു താരമാണ്. അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഓസ്ട്രിയയ്ക്ക് പുറത്തുപോയി കളിച്ചിട്ടുള്ളത് സ്പെയിനിലാണെന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു 4th ഡിവിഷനിലാണെന്ന് തോന്നുന്നു. സോ അല്ലാതെ അദ്ദേഹം ഓസ്ട്രിയയ്ക്ക് അങ്ങനെ പുറത്തുപോയി കളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. സോ എന്തായാലും ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓസ്ട്രിയ എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് മാർക്ക് ആന്ദ്രേ ഷംബ്രോക്ക്. സോ എന്തായാലും അദ്ദേഹം മോഹൻസ് ഉടൻ തന്നെ ജോയിൻ ചെയ്യുമെന്ന് വളരെ പ്രധാനപ്പെട്ട സോഴ്സിലാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്.